മുനമ്പം വഖഫ് ഭൂമി സമരത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ലത്തീൻ സഭാ നേതൃത്വവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ ചർച്ചയിൽ സമവായ ധാരണ. സംസ്ഥാന സർക്കാർ 22-ന് നടത്തുന്ന ഉന്നതതല യോഗത്തിൽ സമവായ നിർദ്ദേശം മുഖ്യമന്ത്രി അറിയിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവിഭാഗവും പറഞ്ഞു. ഈ വിഷയത്തിൽ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊക്കെ തന്നെ ഗവൺമെന്റാണത് മുൻകൈ എടുക്കേണ്ടത്. ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ പിതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു കൂടിയാലോചനയിൽ ഞങ്ങൾക്ക് യോജിച്ച തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട്. ലീഗിന്റെ സമവായ നീക്കം സ്വാഗതം ചെയ്യുന്നതായി വരാപ്പുഴ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ അറിയിച്ചു. രമ്യമായി പരിഹരിക്കാൻ മുൻകൈയെടുക്കും. ഇന്നലെ വൈകിട്ട് 3-ന് കൊച്ചിയിലെ വരാപ്പുഴ ബിഷപ്പ് ഹൌസിലെത്തിയ ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർ ആർച്ച് ബിഷപ്പുമായി നടത്തിയ കൂടിക്കാഴ്ച 2 മണിക്കൂറോളം നീണ്ടു. അതിരൂപതയിലെ 16 മെത്രാന്മാരും മുനമ്പം സമരസമിതി അംഗങ്ങളും പങ്കെടുത്തു. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന നിലപാടിലാണ് ഇരുപക്ഷവും. മുനമ്പം നിവാസികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ലീഗ് നേതാക്കൾ എത്തിയതിലുള്ള സന്തോഷം ലത്തീൻ സഭ തുറന്നു പറഞ്ഞു. ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട്, പ്രത്യേകിച്ച് മുൻപം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം. അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്. ഫാറൂഖ് കോളേജ് കമ്മിറ്റിയുടെയും എല്ലാ മുസ്ലിം സംഘടനകളുടെയും യോഗം സാദിഖ് അലി തങ്ങൾ വിളിച്ചിരുന്നതായും പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കാൻ യോഗം തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പ്രശ്നം വളരെ വേഗം പരിഹരിക്കാനാകും. സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് സർക്കാർ യോഗം വിളിക്കണമെന്ന് പറയുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് കൂടിക്കാഴ്ച പിരിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫ് ബോർഡിൽ ലീഗ് നേതാവ് അധ്യക്ഷനായിരുന്നപ്പോഴാണ് മുനമ്പം വിഷയത്തിൽ ഉത്തരവിറക്കിയതെന്ന് നിയമമന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു. പരിഹാരം കാണാതെ വിഷയം നീട്ടുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചിരുന്നു.